ജനങ്ങളെ എടാപോട വിളിക്കാതെയും തെറി വിളിക്കാതെയും മോശം വാക്കുകൾ ഉപയോഗിക്കാതെയും പോലീസിന് പ്രവർത്തിക്കാൻ അറിയില്ലേ എന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചത്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ ചോദ്യം ചോദിച്ചത്. മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ആരാണ് പോലീസിനോട് പറഞ്ഞത്? മേലുദ്യോഗസ്ഥരെ അത്തരം വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കാൻ പോലീസ് തയ്യാറാകുമോ? വിളിച്ചാൽ വിവരമറിയും. അധികാരമില്ലാത്ത ജനങ്ങളോട് ഇത്തരം കാര്യങ്ങളാവാമെന്ന് കരുതരുത്. ഈ അധികാരം എല്ലാ കാലത്തും നിലനിൽക്കുമെന്നും കരുതരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉപദേശിച്ചു. അടുത്തിടെ ഉണ്ടായ ചില സംഭവങ്ങളും പോലീസിന് ഭൂഷണമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വാദം കേട്ടത്. ജനങ്ങളാണ് തങ്ങളുടെ യജമാനർ എന്ന് പോലീസിന് ബോധ്യമുണ്ടാകണം. ഇതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. അതിനെ മാനിച്ചേ മതിയാകൂ. രാജ്യം സ്വതന്ത്രമായി 75 വർഷം കഴിഞ്ഞിട്ടും കൊളോണിയൽ മനോഭാവം മാറിയില്ലെന്ന് പറയുന്നത് ശരിയല്ല. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അല്ല താൻ സംസാരിക്കുന്നതെന്നും സംസ്ഥാന പോലീസിലെ ഭൂരിഭാഗം പേരും നല്ലവരാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ സത്യവാങ്മൂലത്തിൽ പോലീസ് നടപടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നത് ജോലി തടസ്സപ്പെടുത്തുന്നതാണ് എന്ന വാദത്തെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചു. തങ്ങളുടെ നടപടികളൊന്നും റെക്കോർഡ് ചെയ്യരുതെന്നാണോ പോലീസ് പറയുന്നതെന്ന് കോടതി ആരാഞ്ഞു. പോലീസിന് നിയമം അറിയില്ലേ? പോലീസിന് തങ്ങളുടെ നടപടിക്രമങ്ങളൊന്നും ഒളിച്ചു വയ്ക്കേണ്ടതില്ല. ഒരു പോലീസ് നടപടി റെക്കോർഡ് ചെയ്താൽ അത് ജോലിയെ തടസ്സപ്പെടുത്തുമെന്ന് പറയുന്ന പോലീസുകാരെ തിരികെ നിയമം പഠിപ്പിക്കാൻ വിടുകയാണ് വേണ്ടത്. ആധുനിക രാജ്യങ്ങളിലൊക്കെ എല്ലാ നടപടികളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അത് സുതാര്യതയ്ക്ക് വേണ്ടിയാണ്. ജനങ്ങൾ പേടിയോടുകൂടി പോലീസിനെയും പോലീസ് സ്റ്റേഷനെയും സമീപിക്കുന്ന സാഹചര്യം മാറണം. സ്ത്രീകളും കുട്ടികളുമൊക്കെ പേടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമോ? ഭീതിയുടെ അന്തരീക്ഷം മാറ്റണം. പോലീസുകാർ സംസ്കാരത്തോടും മര്യാദയോടും കൂടി പെരുമാറണമെന്ന് DGP സർക്കുലർ ഇറക്കിയ കാര്യം പോലും അറിയില്ലെന്നുണ്ടോ? അതോ അതനുസരിക്കാൻ വിസമ്മതിക്കുന്നതാണോ? അത്തരം സാഹചര്യങ്ങളിൽ ഒരു പോലീസ് മേധാവിക്ക് എങ്ങനെയാണ് ആ സ്ഥാനത്തിരിക്കാൻ പറ്റുന്നത്? അദ്ദേഹം ഉചിതമായ രീതിയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു. മര്യാദയ്ക്ക് പെരുമാറണമെന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പോലീസിനുള്ളിലെ ചിലർക്കെങ്കിലും സാധിക്കുന്നില്ലെന്നാണോ? രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനകളിലൊന്നാണ് കേരളത്തിലേതെന്നതിൽ സംശയമില്ല. എന്നാൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ളതാണ് പോലീസ് എന്നത് മനസ്സിലാക്കണം. അവരെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് എടാപോട വിളിക്കുന്നത്. സംസ്കാരവും മര്യാദയുമുള്ള ആധുനിക പോലീസ് സേനയായി മാറണമെന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിശദീകരിച്ചു. പോലീസിൻ്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. ഹൈക്കോടതി ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നമ്മുടെ പോലീസല്ലേ, എങ്ങനെ മാറാൻ? മാറുമെന്ന് കാത്തിരിക്കാം.